എൻ്റെ വീഡിയോൻ്റെ ടൈറ്റിൽ ഞാൻ വളരെ സിമ്പിളായിട്ട് എന്താണോ വീഡിയോയിലുള്ള ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, സിറ്റുവേഷൻ ആയിരിക്കാം, അത് അങ്ങനെ ഇട്ടിട്ട് പോവുകയാണ് ചെയ്യാറ്. ഇന്ന് ബ്രഹ്മയുഗമല്ല കലിയുഗം, പിന്നെ CPO ലിസ്റ്റ് 530/2019 530/2019 എന്ന് ഞാൻ വെക്കാൻ കാരണം, അങ്ങനെയെങ്കിലും 10 ആൾ ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ നടക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ നാട് ഇങ്ങനെയാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പണി ചെയ്തത്. ഇല്ലാത്ത പക്ഷം എനിക്ക് എന്താ പറയുക, മിസ്ലീഡിങ് ആയിട്ടൊരു ടൈറ്റിൽ ഇടാൻ ഒട്ടും താല്പര്യമില്ല. ഞാനിപ്പോൾ ഈ ടൈറ്റിൽ ഇട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒരു 5000, 10,000 ഏറിപ്പോയ ഒരു 30,000 ആൾ കാണും, അത്രേ കാണും. ടൈറ്റിൽ ഇട്ടത് കൊണ്ട് ഇങ്ങനെ എക്സ്ട്രാ 10,000, 15,000 കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ അവസ്ഥ മനസ്സിലാക്കി ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ. അതിന് വേണ്ടി തന്നെ ചെയ്ത പരിപാടിയാണ്. ഇപ്പോൾ വേറൊന്നുമില്ല, CPO ലിസ്റ്റ് 530/2019. ഓക്കെ, അതായത് 2019 സിവിൽ പോലീസ് ഓഫീസേഴ്സ് റാങ്ക് ലിസ്റ്റ്. ലിസ്റ്റിൽ 2 എക്സാംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഒന്ന് പ്രിലിംസും പിന്നെ അതിൻ്റെ മെയിനും. ഇതിൽ തന്നെ ഫീൽഡ് ടെസ്റ്റും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് പ്രിപ്പയർ ആയിട്ട് ആളുകൾ നിൽക്കുമ്പോൾ അറിയാലോ, കോവിഡ് ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ എങ്ങനെ പോയാലും എല്ലാത്തിനും കുറച്ച് ലാഗുകൾ വരാതിരിക്കുകയൊന്നുമില്ല. ഇപ്പോഴത്തെ ഒരു പോലീസ് സിസ്റ്റത്തിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പോലീസുകാരെ കൊണ്ട് 100 പോലീസുകാരെ പണിയിപ്പിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെ ഇതിൻ്റെ മുമ്പ് പ്രീവിയസ് വീഡിയോസ് ഇട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്, പോലീസുകാരുടെ ഇടയിൽ തന്നെ സ്ട്രെസ്സ് ഭയങ്കരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞതിന് ശേഷം വെയിലും മഴയും എല്ലാം കൊണ്ടും 24/7 ഇവർ ഭയങ്കര അവസ്ഥയിൽ കൂടിയാണ് പോലീസുകാരും പോയിക്കൊണ്ടിരിക്കുന്നത്. മെൻ്റൽ സ്ട്രെസ്സ് ഇവർക്ക് ഭയങ്കരമാണ്. ആ മെൻ്റൽ സ്ട്രെസ്സ് അവർ നന്നായിട്ട് ജനങ്ങളുടെ മേത്ത് തീർക്കുന്നുണ്ട് ചില പോലീസുകാർ. ഓക്കെ, ചില പോലീസുകാർക്ക് ഇത് ജനങ്ങളെ മേത്ത് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ തന്നെ സ്വയം എന്ത് ചെയ്യും, പണി ഒഴിവാക്കി പോവും, അല്ലെങ്കിൽ അവധിക്ക് പോവും. ഇനി ഒന്നും ജീവിതം ഒരു രക്ഷയില്ല, ഇനി മുന്നോട്ട് ഈ സ്ട്രെസ്സ് സഹിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ജീവിതം തന്നെ ഒഴിവാക്കി ലോകത്തുനിന്നേ പോവും. ഇതാണ് പോലീസുകാരുടെ ഇടയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രീവിയസ്ലി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് കേരള പോലീസിലെ നമ്മുടെ പോലീസുകാർക്ക് സംഭവിക്കുന്നത് എന്നുള്ളത്. കാരണം മെൻ്റൽ സ്ട്രെസ്സാണ്. അതങ്ങനെയാണ്. ഈ 10 പേരെടുക്കേണ്ട പണി ഒരാളെ കൊണ്ട് എടുപ്പിച്ചാലുണ്ടാവും. 100 പേരെടുക്കേണ്ട പണി 10 ആളെ കൊണ്ട് എടുപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും? 100 പേരെടുക്കേണ്ട പണി ഇങ്ങനെ പെൻഡിങ് കിടന്ന് 1000 പണിയാവും. ഈ 1000 പണി പിന്നെ എടുക്കേണ്ടത് ഈ 10 പേരാണ്. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. കാരണം ഒരാളെ കൊണ്ട് ഒരു പണി നോക്കാനേ പറ്റൂ, ഒരാളെ കൊണ്ട് 10 പണി നോക്കാൻ പറ്റൂ. 10 പണിയും നോക്കണം, എസ്കോട്ടും പോകണം, പാറാവും നിൽക്കണം, ആട്ടും തുപ്പും കേൾക്കണം. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ, കണ്ണ് കണ്ട മറ്റേ രാഷ്ട്രീയക്കാർ ഫുള്ള് ബാനറും വലിച്ചു വരുമ്പോൾ റോഡിൽ ഇറങ്ങിയിട്ട് അവിടെയും നിൽക്കണം, പൂരത്തിന് പോയി നിൽക്കണം, എല്ലാ പരിപാടിക്കും പോയി നിൽക്കണം. അപ്പം അങ്ങനെ കഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ എണ്ണം കൂട്ടുക എന്നുള്ളത് ന്യായമായൊരു കാര്യമാണ്. അത് വർക്ക് ലോഡ് കുറയ്ക്കും, നല്ലതാണ്. കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് കുറച്ച് പോലീസുകാരുടെ എണ്ണം കൂട്ടിയാലും വലിയ വിഷയമുള്ള കാര്യമൊന്നുമില്ല. അവിടെയാണ് ഈ പറഞ്ഞ CPO ലിസ്റ്റ് 530/2019 ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലിസ്റ്റിലുള്ള ആളുകളിൽ നിന്നൊരു 25% ആളുകൾക്ക് മാത്രമാണ് ഇതുവരെ നിയമനം നടന്നിട്ടുള്ളത്. കമ്പയറിങ് ടു അതർ PSC തിങ്സ്, ഏകദേശം ഒരു 75% ലിസ്റ്റിലുള്ളവർക്കൊക്കെ ജോലി കിട്ടിയ വേറെ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ 25% സ്റ്റക്കാണ്. ആ 25% തന്നെ പകുതിയും ഇവർ ഇനി ജോലി എടുക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ആളുകളെ കണ്ട് അവരെ കൺവിൻസ് ചെയ്ത് അത് എഴുതി കൊടുപ്പിച്ച് അങ്ങനെ ഒക്കെ 25% ആക്കി വിട്ടതാണ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ നോക്കാം. 2023 ഏപ്രിലാണ് ഈ CPO റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. 7 ബറ്റാലിയനുകളിലായി 13,900 പേരുടെ റാങ്ക് ലിസ്റ്റാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ആ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാൻ ഇനി 3 മാസം തന്നെ കഷ്ടിച്ചേ ഉള്ളൂ. ഏകദേശം 80 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അങ്ങനെയുള്ളപ്പോൾ ഈ 13,900 പേർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അവരിൽ 3,923 പേർക്ക് മാത്രമാണ് അഡ്വൈസ് മെമ്മോ ലഭിച്ചത്. അതായത് 4/1 നിയമനം മാത്രമേ ഇതുവരെ അഡ്വൈസ് മെമ്മോ മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ
നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളൂ. ഈ സാഹചര്യത്തിലാണ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ CPO റാങ്ക് ഹോൾഡർമാർ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏകദിന ഉപവാസ സമരം നടക്കുകയാണ്. ഇതുപോലെ തന്നെ മറ്റ് കേന്ദ്രങ്ങളിലും ഇടുക്കി, എറണാകുളം, അതുപോലെ തന്നെ കാസർഗോഡ് തുടങ്ങിയ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ സമരം നടക്കുന്നുണ്ട്. നമ്മൾ വിവരാവകാശ നിയമപ്രകാരം നമ്മൾ പല ഡോക്യുമെൻറ്റ്സ് എടുക്കുമ്പോഴാണെങ്കിലും ഇനിയും അനേകായിരം ഒഴിവുകൾ നമ്മുടെ ജില്ലകളിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്നാൽ നമ്മളത് അധികാരികളിൽ എത്തിക്കുമ്പോഴത്തേക്കും അതങ്ങനൊന്നുമില്ല, നമുക്കത് ഓൾറെഡി തന്നു കഴിഞ്ഞ വേക്കൻസികളാണ് എന്നാണ് പറയുന്നത്. നമ്മൾ പല പോലീസ് സ്റ്റേഷനുകളിൽ ചോദിക്കുമ്പോഴും അമിത ജോലിഭാരം മൂലം പോലീസുകാർ നട്ടം തിരിയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇത്രയും ഉദ്യോഗാർത്ഥികൾ പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് നമ്മളുടെ ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിലുള്ള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല കേന്ദ്രങ്ങളിലും നമ്മൾ ഇന്ന് ഒരു ദിവസത്തെ ഉപവാസ സമരം അനുഷ്ഠിക്കുകയാണ്. അപ്പം 10,000-ഓളം ഉദ്യോഗാർത്ഥികൾ മാത്രമല്ല, അവരുടെ കുടുംബങ്ങളും വഴിയാധാരമാകുന്ന ഒരു സാഹചര്യമാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. കഷ്ടപ്പെട്ട് രാപ്പകലില്ലാതെ പല പരിപാടികളും ഒഴിവാക്കി കുടുംബത്തിനെ നോക്കാതെ കുത്തിയിരുന്ന് പഠിച്ച് സ്വന്തം നാട്ടിൽ ജോലിക്ക് കയറണം എന്നുള്ള ഒരു ഈ മനസ്സുകൊണ്ടാണല്ലോ ഇവിടെ ഇരുന്ന് പഠിച്ച മുമ്മാർ എഴുതിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അത് മനസ്സിലാക്ക്. ഭരിക്കുന്നവരോടാ പറയുന്നത്. ഇവിടെ ഒരു സൈഡിൽ കൂടി അയ്യോ ഇവിടെ യുവത്വമില്ല, യങ്ങായിട്ടുള്ള എല്ലാവരും നാട് വിടുന്നു. നാട് വിടാൻ കാരണം എന്താ? ഇതൊക്കെ തന്നെ പ്രശ്നം. പണി കിട്ടണ്ടേ? പണി വേണ്ടടി, പണിയില്ലല്ലോ. പണിയില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഇവിടെ യുവത്വമില്ല. കേരളത്തിലെ യുവത്വം എവിടെ? യുവത്വത്തിനെ തപ്പി നടന്നിട്ട് ഒരു കാര്യമില്ല. സംഗതി ശരിയാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, PSC അല്ലേ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, അതാണെങ്കിൽ എഴുതാം, ഏത് പൊട്ടനും കിട്ടും, അങ്ങനെയൊക്കെ പറയാൻ പറ്റും. പക്ഷെ കഷ്ടപ്പാടാണ്. ഇതിന് കഷ്ടപ്പെടാൻ പറ്റാത്തവർക്ക് ഇതിരുന്ന് പറയാൻ പറ്റും ഈസി ആയിട്ട്, PSC അല്ലേ ആർക്കും കിട്ടും. അങ്ങനെയല്ല, നല്ല കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. പ്രത്യേകിച്ച് CPO ടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഫിസിക്കലിനൊക്കെ പോയാൽ ക്ഷണ്ണടിയും. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല ഇവരൊക്കെ എഴുതിയവരുടെ ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഇൻ ആൻഡ് അറൗണ്ട് 30s അല്ലെങ്കിൽ മിഡ് 20s ആവും. ഇപ്പം ഇവരുടെ ലൈഫിലൊരു 4-5 കൊല്ലം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലും പിന്നെ കാസർഗോഡ് നിന്ന് അങ്ങോട്ട് തിരുവനന്തപുരം വരെ സൈക്കിൾ ചവിട്ടിയിട്ടും റോട്ടിൽ കിടന്നു ഉരുണ്ടിട്ടും പ്രതിഷേധമാണ് ഇവരുത്. മുഖം മൂടി വെച്ച്, കറുത്ത മുഖം മൂടി വയ്ക്കുക. അതായത് നിയമം എന്തുകൊണ്ട് ഇവർക്കിത് കിട്ടുന്നില്ല? അവരുടെ ചോദ്യമാണത്. പ്രതിഷേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിനി പ്രതിഷേധിക്കാൻ വേറെ ഒരു രീതികൾ ബക്കറ്റ് പിരിവ് നടത്തി, എല്ലാം നടത്തി. ഖജനാവ് കാലിയാണ് അതുകൊണ്ടാണ് ചെയ്യാത്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ ബക്കറ്റ് പിരിവ് വരെ നടത്തി നോക്കി. ഈ പൈസ ഞങ്ങൾ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നടക്കുമെന്ന്. എന്നാലും ഇവരെ ഉദാഹവ 2019 വിളിച്ച നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 2024 ഏകദേശം എല്ലാവരുടെയും 5 വർഷം ഇതിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. മറ്റ് ലിസ്റ്റുകളെ അപേക്ഷിച്ച് ഈ ലിസ്റ്റിന് എന്താണ് പ്രത്യേകത? ഈ ലിസ്റ്റിന് ഒത്തിരി പ്രത്യേകതയുള്ള ഒരു ലിസ്റ്റ് തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ ലിസ്റ്റിന് പ്രത്യേകതയുണ്ട്. 2019 കൊറോണ വരുന്നു, കൊറോണ കാലമാണ്. ആ സമയത്ത് PSCക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നു, 2 ഘട്ട എക്സാം ആക്കുന്നു, സിലബസിൽ ചേഞ്ച് വരുത്തുന്നു. ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് അന്നപ്പം 2 ഘട്ട എക്സാം ആയപ്പോൾ അന്നത്തെ PSC ചെയർമാന്റെ ന്യായീകരണം ആവശ്യത്തിനുള്ള ആളുകളെ ഉൾക്കൊള്ളിക്കാനാണ് ഇതുപോലുള്ള 2 ഘട്ട എക്സാം നടത്തുന്നതെന്നാണ്. നടന്നു. പ്രിലിംസ് കഴിഞ്ഞു, മെയിൻസ് കഴിഞ്ഞു, ഫിസിക്കൽ കഴിഞ്ഞു, ലിസ്റ്റ് വന്നു. പക്ഷേ ഈ 5 വർഷത്തെ ഒരു വേക്കൻസി അവിടെ ലഭിച്ചിട്ടില്ല. ഏകദേശം 13,000-13,000-ത്തിലധികം ആളുകളാണ് ലിസ്റ്റിലുള്ളത്. അതിൽ വളരെ തുച്ഛമായ 25% മാത്രമാണ് നിയമനം നടന്നിരിക്കുന്നത്. അതിലും എനിക്ക് തോന്നുന്നത് 5-10% ഈ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ കഷ്ടപ്പെട്ടതിന്റെ ഫലമായി ഉണ്ടായതാണ്. ഡിലീഷനും NJDയും കാര്യങ്ങളും എല്ലാം ഓരോ ജോലി വേണ്ടാത്ത വ്യക്തിയുടെ പുറകെ നടന്ന് കാശ് മുടക്കി. എനിക്കറിയാം, ഞാൻ പോയിട്ടുള്ളതാണ്. ഏകദേശം ഒരു ഡിലീഷൻ വാങ്ങണമെങ്കിൽ 10,000 രൂപ ചിലവാണ്. കൂലിപ്പണിക്ക് പോയിട്ട് ആ പൈസ നമ്മൾ പിരിവിട്ട് എടുത്തിട്ടാണ് ഒരാളുടെ ഡിലീഷൻ അല്ലെങ്കിൽ NJD കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത്. ആ ആളുടെ വ്യക്തിയുടെ സൗകര്യത്തിനനുസരിച്ച് അയാളുടെ വീട്ടിൽ പോയി അയാളെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഒപ്പിട്ട് മേടിച്ചിട്ടൊക്കെയാണ് വേക്കൻസികൾ. ഒരുപക്ഷെ ഇത് PSCയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരല്ലെങ്കിൽ ഈ NJD എന്താണ്, ഡിലീഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇത്രയും ചിന്തിച്ചാൽ മതി. ഒരു ജോലി വേണ്ടാത്ത ഒരു വ്യക്തികളിൽ നിന്ന് ജോലി വേണ്ടാന്ന് എഴുതി മേടിക്കുന്ന പ്രൊസീജിയറാണ്. രണ്ട് ഘട്ടത്തിലായിട്ട് ചെയ്യുന്നതാന്നേ ഉള്ളൂ. ഇതിനൊക്കെ വേണ്ടി എത്രയോ പൈസ മുടക്കിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഫലമായിട്ടാണ് ഈ 25% വന്നേക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഡയറക്റ്റ് അവർ ഇത്രയും പേരെ അങ്ങ് വിളിക്കുമല്ല. അതിനകത്തും കഷ്ടപ്പെട്ടത് ഈ ഉദ്യോഗാർത്ഥികൾ തന്നെയാണ്. കഷ്ടപ്പാടുകളെ കുറിച്ചിട്ടാണ് കേട്ടോ ആ വ്യക്തി പറഞ്ഞത്. കാരണം ഇവിടുത്തെ ഒരു
കേരളത്തിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹോപ്പാണ് എല്ലാത്തിനും. ഞാൻ അങ്ങനെയാണ്. കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പാർട്ടി ഭരിച്ചാലും നമ്മുടെ നാട്ടിലല്ലേ നടക്കുവരും. ബാക്കിയുള്ള സ്ഥലങ്ങളെ പോലെ അല്ല ഇന്ത്യയിൽ. കേരളത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ ചാൻസ് ഉണ്ട്, എന്നാൽ അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. വാക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊരു പ്രത്യേകതയാണെന്നുള്ളത് ഇപ്പോൾ കുറച്ച് കാലത്തെ കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഉപവാസമാണ് ഇരിക്കുന്നത്. ഇതിന് ഒരു നീക്കുപോക്ക് ഉണ്ടായില്ലെങ്കിൽ നമ്മൾ അനിശ്ചിതകാലത്തേക്ക് നിരാഹാരം ഇരിക്കാം എന്നുള്ള സമരമുറകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. മെയിനായി നമ്മളിപ്പം DGPയുടെ കയ്യിൽ നിന്ന് ഒരു ഫയൽ സർക്കാരിലേക്ക് വന്നിട്ടുണ്ട്. ആ ഫയലിൻ്റെ ഇതാണ് നമ്മളിരിക്കുന്നത്. ഇത് വെറും പേപ്പറല്ല, ഇത് നമ്മളെ ജീവിതമാണ്. പോലീസ് സ്റ്റേഷനിൽ അംഗബലം കൂട്ടണമെന്ന ആവശ്യം DGP ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഹോമിൽ കിടക്കുകയാണ്. അപ്പം ഇതിന് ഈ ഒരു ഫയൽ തന്നെ പാസ്സായാൽ തന്നെ നമ്മൾ ഒരുവിധം എല്ലാവർക്കും നിയമനം ലഭിക്കുന്ന ഒരു ഒന്നാണ്. അപ്പം ഇത് മാക്സിമം സർക്കാർ ഒരു ഊന്നൽ നൽകി ഇത് പാസ്സാക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതിലൊരു സാമ്പത്തിക ബാധ്യത എന്നുള്ള കാര്യമൊന്നും പറഞ്ഞ് ഞങ്ങളെ ഒഴിവാക്കല്ലേ എന്ന് മാത്രമേ നമുക്ക് അപേക്ഷിക്കാനുള്ളൂ. എങ്ങനെയിരിക്കും DGP തന്നെ പറയുന്നത് അംഗബലം കൂട്ടണം. പോലീസ് സ്റ്റേഷനിൽ അംഗബലം കൂട്ടിയില്ലെങ്കിലും മുഖ്യമന്ത്രിക്ക് ചുറ്റുമുള്ള ആളുകളുടെ അംഗബലം കൂട്ടും. ഇവർ എനിക്ക് തോന്നുന്നത് മറ്റേ നവകേരള സദസ്സിൻ്റെ പിന്നാലെയൊക്കെ എല്ലായിടത്തും പോയിട്ട് 10-30,000 നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് ഈ പ്രശ്നത്തിൽ. അതൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, വേറെ കേസ്. സംഗതി എന്ത് വാശിപ്പുറത്താന്ന് മനസ്സിലാവുന്നില്ല. ഇത്രയും ഒഴിവുകൾ, ഇവർ കുറേ ഒഴിവുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കുറേ സ്ഥിരമല്ലാതെ ഡെയിലി വേജസിൽ പോകുന്ന കുറേ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറേ തസ്തികകളുണ്ട്. അതിലൊക്കെ 30, 20, 40 ഒഴിവുകളുണ്ട്. അവിടെ ഒന്നും ആളെ കയറ്റുന്നില്ല. ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് പൈസ ഇല്ല എന്നുള്ള വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇവർ എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇത്രയും പേരെ നിങ്ങൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്നാകെ എന്ത് ചെയ്യുക? ഇതൊന്നും നടക്കാൻ പോണില്ല. ഇവിടെ ഇതിനുള്ള വകുപ്പില്ല. പച്ചയ്ക്ക് പറയാം. പ്രതീക്ഷ തരുന്നതാണ് നമ്മുടെ പ്രശ്നം. നമ്മളെ ഭരിക്കുന്നവർ മാറി ഇത് ഞാൻ പാർട്ടി ഇനിയിപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് മാത്രം പറയില്ല. കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും. ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഇപ്പോൾ അവിടെ പോയി പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്. അവരവിടെ പോയി പ്രസംഗിക്കുന്ന ഒരു പ്രതീക്ഷയാണ്. നാളെ ചിലപ്പോൾ മറ്റേ BJPൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും പോകും, അല്ലെങ്കിൽ സുരേഷ് ഗോപിൻ്റെ പോകും. അപ്പോഴൊരു പ്രതീക്ഷ കിട്ടുമായിരിക്കും. പ്രതീക്ഷ മാത്രമാണ്, വേറെ ഒന്നുമില്ല. നടപ്പാവൂല. സാമ്പത്തിക പ്രതിസന്ധി ഉദ്യോഗാർത്ഥികളുടെ കാര്യം പറയുമ്പോൾ മാത്രമേ ഉള്ളൂ. എന്തിനാണ് ഇത്ര തത്രപ്പാട്? വെറുതെ എക്സാം കാണിച്ച് ഇങ്ങനെ പ്രഹസനം നടത്തി കൊണ്ടുപോയാൽ പോരല്ലോ. ലിസ്റ്റുകൾ വെട്ടി ചുരുക്കുന്നതിനോട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ആളെ എണ്ണം കുറയ്ക്കുന്നതിനോട് നമുക്ക് യാതൊരു എതിർപ്പില്ല. പക്ഷേ ആ കുറച്ച് ഇട്ട എണ്ണത്തിലെ ഭൂരിഭാഗം പേർക്കെങ്കിലും നിയമനം കൊടുത്തിട്ട് വേണം അടുത്ത പരീക്ഷയും അടുത്ത നോട്ടിഫിക്കേഷനൊക്കെ വിളിക്കാൻ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ CPOൻ്റെ ലിസ്റ്റിൽ 13,000 പേരുണ്ട്. ആകെ 21% പേർക്കാണ് ആകെ നിയമനം കൊടുത്തത്. അതിനു മുമ്പേ എന്ത് ചെയ്തു, ആ ലിസ്റ്റ് തീരുന്നതിന് മുന്നേ അടുത്ത റാങ്ക് ലിസ്റ്റും വന്നു, അടുത്ത പരീക്ഷയുടെ നോട്ടിഫിക്കേഷനും വന്നു. എന്തിനാണ് ഇത്ര തത്രപ്പാട്? വെറുതെ എക്സാം കാണിച്ച് ഇങ്ങനെ പ്രഹസനം നടത്തി കൊണ്ടുപോയാൽ പോരല്ലോ. ഇതിൽ ലിസ്റ്റിൽ വരുന്നവരെന്ന് പറയുന്നത് PSCയോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല വരുന്നത്, ജോലിയില്ലാത്തൊരു ഗതികേട് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്. എല്ലാവരും നമുക്കൊരു ജോലി വേണം, സ്വന്തം കാലിൽ ജീവിക്കണം എന്നുള്ളൊരു ലെവലിലുള്ള ആഗ്രഹം കൊണ്ട് വരുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധി ഉദ്യോഗാർത്ഥികളുടെ കാര്യം പറയുമ്പോൾ മാത്രമേ ഉള്ളൂ. PSC മെമ്പേഴ്സിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഒന്നൊരു പ്രശ്നമല്ല. കേരളത്തിലല്ലെങ്കിലും അങ്ങനെയാണ്. വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മാത്രമാണ് സാമ്പത്തിക പ്രതിസന്ധി വരിക. അല്ലാതെ ഇപ്പോൾ പാലിൽ കശുവണ്ടി കലക്കി കുടിക്കാനാണെങ്കിലും കുഴപ്പമില്ല, ബസ് മേടിച്ച് യാത്ര ചെയ്യാനാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതൊക്കെ പെൻഷൻ പൈസയാണെങ്കിലും ഭരിക്കുന്നവരുടെ അമ്മമാരുടെ പെൻഷൻ പൈസയാണെങ്കിലും നമുക്കൊന്നും അങ്ങനെ ലക്ഷറി ഇല്ലല്ലോടെ. നമ്മളൊന്നും അമ്മമാർക്ക് പെൻഷൻ ഇല്ലല്ലോടെ. അതുകൊണ്ടാണ് ആവണ കാലത്ത് അമ്മമാരൊക്കെ പണിക്ക് പോയി പെൻഷൻ കുറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർക്കൊന്നും റോട്ടിലിരിക്കേണ്ട അവസ്ഥ വരില്ലായിരുന്നു.